നമ്മൾ ഇന്ന് ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആൻഡ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പോളി ലെക്ചറിനകത്ത് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് മോഡ്യൂൾ ആണ് ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആൻഡ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. ഓഡിബിൾ അല്ലേ? കുഴപ്പമില്ലല്ലോ? ഹലോ, ഓഡിബിൾ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സിലബസിൽ പോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ ഇതിന്റെ ഫസ്റ്റ് സെക്ഷൻ ബിഫോർ ഓപ് ആമ്പിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് പഠിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ആ ഒരു സർക്യൂട്ടാണ്. ഓക്കെ, ആ സർക്യൂട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന രണ്ട് സിഗ്നൽസിന്റെ അല്ലെങ്കിൽ രണ്ട് ഇൻപുട്ട് സിഗ്നൽസിന്റെ ഡിഫറൻസ് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ രണ്ട് ഇൻപുട്ട് സിഗ്നൽ കൊടുക്കും, അതിന്റെ ഡിഫറൻസ് ആംപ്ലിഫൈ ചെയ്ത് വരും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ആംപ്ലിഫൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു സിഗ്നൽസ്. ആ ടു സിഗ്നൽ എന്ന് പറയുന്നത് ടു ഇൻപുട്ട് സിഗ്നൽസ് ആണ്. ഓക്കെ, നോർമലി നമ്മുടെ സാധാ ആംപ്ലിഫയറിലൊക്കെ എങ്ങനെയാ? നോർമൽ ആംപ്ലിഫയറിലൊക്കെ എത്ര ഇൻപുട്ട് ഉണ്ട്? ഒരു വൺ ഇൻപുട്ടേ ഉണ്ടാവുള്ളൂ അല്ലെ, ഫുള്ളി വൺ ഇൻപുട്ടേ ഉണ്ടാവുള്ളൂ. ആ ഇൻപുട്ടിൽ കൊടുക്കുന്നത് ആംപ്ലിഫൈ ആയി വരും. പക്ഷെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ പ്രത്യേകത എന്താണ്? ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന് രണ്ട് ഇൻപുട്ട് ഉണ്ട്. ആംപ്ലിഫൈഡ് ആയിട്ട് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽസ് ആയിരിക്കും ഔട്ട്പുട്ടിൽ ആംപ്ലിഫൈഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. Output of a differential amplifier is equal to A times V1 minus V2. ഓക്കെ, ഇവിടെ V1 ഉം V2 എന്താണ്? V1 ഉം V2 ആണ് നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ കൊടുക്കുന്ന രണ്ട് ഇൻപുട്ടുകൾ. ഓക്കെ, അതിന്റെ ഡിഫറൻസ് ആണ് V1 മൈനസ് V2. ആ V1 മൈനസ് V2നെ ആംപ്ലിഫൈ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഇതാണ് എന്ത്? ഔട്ട്പുട്ട് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഈ എ ആണ് എന്ത്? ഡിഫറൻഷ്യൽ ഗെയിൻ എന്ന് പറയും. ഓക്കെ, ഇതാണ് ഡിഫറൻഷ്യൽ എ ഡിനോട്ട്സ് ഡിഫറൻഷ്യൽ ഗെയിൻ. എ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ഡിഫറൻഷ്യൽ ഗെയിൻ ആണ്. ഓർ ഡിഫറൻസ് മോഡ് ഗെയിൻ എന്ന് പറയും. ഓർ ഡിഫറൻസ് മോഡ് ഗെയിൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, നോർമലി നമ്മൾ എല്ലായിടത്തും കാണുന്നത് ഡിഫറൻഷ്യൽ ഗെയിൻ എന്നാണ്. ആ ഗെയിൻ അത്രയും ടൈംസ് ഡിഫറൻസ് ഓഫ് ദി ഇൻപുട്ട് ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പാമ്പ് ഐ സി ഇല്ലേ, ഓപ്പാമ്പ് ഐ സിയുടെ ഇന്റേണൽ സർക്യൂട്ടിലാണ് നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഇന്റേണൽ സർക്യൂട്ട്. ഓക്കെ, ഇന്റേണൽ സർക്യൂട്ട് ഓഫ് ഓപ്പാമ്പ് ഐ സി. ഇന്റേണൽ സർക്യൂട്ട് ഓഫ് ഓപ്പാമ്പ് ഐ സിയിലാണ് നമ്മൾ ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറെ നമുക്ക് BJT വെച്ചും ഫോം ചെയ്യാം. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ക്യാൻ ബി ഫോംഡ് ഓഫ് ബൈ BJT ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ വെച്ച് നമുക്ക് ഫോം ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മോസ്ഫെറ്റ് വെച്ചിട്ടുള്ള ഡിഫറൻഷ്യൽ ആംപ്ലിഫയറും ഉണ്ട്. ഓക്കെ, BJTയോ മോസ്ഫെറ്റോ വെച്ചിട്ട് നമുക്ക് ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഫോം ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ പഠിക്കുന്നത് BJT ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഡയറക്ട്ലി സർക്യൂട്ടിലേക്ക് പോകാം. ഇതാണ് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട്. ഓക്കെ, നോർമലി ഡിഫറൻഷ്യൽ
ആംപ്ലിഫയർ എന്ന് പറയും, അല്ലെങ്കിൽ എമിറ്റർ കപ്പിൾഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്നും ഇതിനെ പറയാറുണ്ട്. ഇത് സർക്യൂട്ട് വരയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, ആദ്യം നിങ്ങൾ ഈ ട്രാൻസിസ്റ്ററിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, 2 ട്രാൻസിസ്റ്റർ ഉണ്ട്, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒന്ന് Q1 ഉം പിന്നെ മറ്റ് ട്രാൻസിസ്റ്റർ ഏതാണ്, അതാണ് Q2. ആദ്യം നമ്മൾ ഈ 2 ട്രാൻസിസ്റ്ററിനെ ഇങ്ങനെ ഫേസ് ടു ഫേസ് വരയ്ക്കണം. ഈ 2 ട്രാൻസിസ്റ്ററും കോമൺ എമിറ്റർ ആണ്. ഓക്കെ, കോമൺ എമിറ്റർ ആയിട്ടുള്ള ട്രാൻസിസ്റ്റർ ആണ് ഈ 2 ട്രാൻസിസ്റ്റർ. സോ പിന്നെ കോമൺ ഇൻപുട്ട് എവിടെയാ കൊടുക്കുന്നതെന്ന് നോക്കിക്കേ. ഇതിന്റെ ഇൻപുട്ട് നമ്മൾ 2 ഇൻപുട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ 2 ഇൻപുട്ടും കൊടുക്കുന്നത് എവിടേക്കാണെന്ന് നോക്കിയാൽ, ഒരു ഇൻപുട്ട് കൊടുക്കുന്നത് ആദ്യത്തെ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക്, രണ്ടാമത്തെ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്കാണ്. ഓക്കെ, ഇനി ഇതിന്റെ 2ന്റെയും എമിറ്റർ നമ്മൾ കപ്പിൾ ചെയ്തിരിക്കുക, കണ്ടോ, ഒരുമിച്ച് കപ്പിൾ ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിനെ എവിടേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അപ്പൊ ബോത്ത് ദ എമിറ്റേഴ്സ്. ഓക്കെ, ഈ 2 ട്രാൻസിസ്റ്ററിന്റെ എമിറ്ററും നമ്മൾ കപ്പിൾ ചെയ്തിട്ടുണ്ട്, കണക്റ്റഡ് ടുഗെദർ ആണ്. ബോത്ത് ദ എമിറ്റേഴ്സ് ആർ കപ്പിൾഡ് ടുഗെദർ ആൻഡ് അവിടേക്ക് നമ്മൾ എന്ത് കൊടുക്കും, -VEE എന്ന് പറഞ്ഞ സപ്ലൈ കൊടുക്കും. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം, 2 ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, Q1 ആൻഡ് Q2. ഈ Q1 ആൻഡ് Q2ന്റെ ഒരു പ്രത്യേകതയുണ്ട്, അത് രണ്ടും ഐഡന്റിക്കൽ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ദേ ആർ ഐഡന്റിക്കൽ ട്രാൻസിസ്റ്റേഴ്സ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഐഡന്റിക്കൽ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഐഡന്റിക്കൽ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. പിന്നെ ഇതിന്റെ 2ന്റെയും എമിറ്റേഴ്സ്, ഓക്കെ, both the emitters are, both emitters, 2 എമിറ്റേഴ്സും ആർ coupled or connected together ആണ്. ഓക്കെ, ഒരുമിച്ചാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം, അതാണ് ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഈ എമിറ്ററും കൂടി ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഈ ഒരു സർക്യൂട്ടിനെ നമ്മൾ എന്തായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്, ഒരു ആംപ്ലിഫയർ ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെ? ആംപ്ലിഫയർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളുടെ ട്രാൻസിസ്റ്റേഴ്സ് ഏത് റീജിയനിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, പറയാമോ ആർക്കെങ്കിലും? നിങ്ങൾ സർക്യൂട്ട്സിൽ പഠിക്കുന്നതാണ്, നമ്മൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ അത് പഠിക്കും ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ. പറയാമോ ട്രാൻസിസ്റ്റർ ഏത് റീജിയനിലാണ് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന്? ആക്റ്റീവ് റീജിയൻ. ഓക്കെ, ആക്റ്റീവ് റീജിയനിലാണ് ട്രാൻസിസ്റ്റേഴ്സ് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ആക്റ്റീവ് ഈ Q1 ഉം Q2 2 ട്രാൻസിസ്റ്റേഴ്സും Q1 ആൻഡ് Q2 ദേ ആർ ബയാസ്ഡ്. അത് രണ്ടിനെയും ബയാസ് ചെയ്തിരിക്കുന്നത് ഏത് റീജിയനിലാണ്? ബയാസ്ഡ് ഇൻ ആക്റ്റീവ് റീജിയൻ ആണ്. ഓക്കെ, കാരണം ഇതൊരു ആംപ്ലിഫയർ ആണ്, മറ്റൊന്നുമല്ല. ഓക്കെ, പിന്നെ ഈ Q1 ഉം Q2നെ ആക്റ്റീവ് റീജിയനിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ VCC എന്ന് പറഞ്ഞ സപ്ലൈയും -VEE എന്ന് പറഞ്ഞ സപ്ലൈയും കൊടുത്തിരിക്കുന്നത്. ഓർക്കണം, ഒന്ന് VCCയും ഒന്ന് -VEEയും ആണ്. ഓക്കെ, ഈ -VEEയുടെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമോ? -VEE എന്തിനാണെന്ന് പറഞ്ഞാൽ -VEE keeps the emitter junction forward biased. ഓക്കെ, എമിറ്റർ ജംഗ്ഷൻ ഇൻ ഫോർവേഡ് ബയാസ്. നമുക്ക് എല്ലാം അറിയാം, ട്രാൻസിസ്റ്ററിന് 2 ജംഗ്ഷനാണുള്ളത്, അല്ലെ? ഒന്ന് എമിറ്റർ ജംഗ്ഷനും ഉണ്ട്, മറ്റൊന്നെന്താണ്, കളക്ടർ ജംഗ്ഷനും ഉണ്ട്. JE എന്ന് പറയുന്നത് എമിറ്റർ ജംഗ്ഷൻ. നിങ്ങൾ സർക്യൂട്ട്സിൽ പഠിക്കും കേട്ടോ, പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, എമിറ്റർ ജംഗ്ഷൻ ആൻഡ് ദ അതർ വൺ ഈസ് കളക്ടർ ജംഗ്ഷൻ. ട്രാൻസിസ്റ്ററിന്റെ 2 ജംഗ്ഷനാണ്. ഓക്കെ, എപ്പോഴാണ് നമ്മൾ ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിലാണെന്ന് പറയുക? എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡും കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡും ആണെങ്കിൽ നമ്മൾ പറയും നമ്മുടെ ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിലാണെന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ എമിറ്റർ ജംഗ്ഷനെ ഫോർവേഡ് ബയാസ് ചെയ്യണം. ഇവിടെ എമിറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ ഏതാണ്? NPN ട്രാൻസിസ്റ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെ? ഇത് NPN ട്രാൻസിസ്റ്റർ ആണ്. ഓക്കെ, ദിസ് ഈസ് N, ഇത് ബേസ് P, ഇത് N. ഓക്കെ, ഇതും അതേ കൂട്ട് തന്നെയാണ്. കളക്ടർ N, ബേസ് P, ഇത് N. ഓക്കെ, അപ്പൊ എമിറ്റർ ജംഗ്ഷനെ ഫോർവേഡ് ബയാസ് ചെയ്യണമെങ്കിൽ ഈ N എന്തിലേക്ക് കണക്ട് ചെയ്യണം? N നെഗറ്റീവ് പൊളാരിറ്റിയിലേക്ക് വേണം കണക്ട് ചെയ്യേണ്ടത്, അല്ലെ? ഈ N-ഉം എവിടേക്ക് കണക്ട് ചെയ്യണം? N ഫോർവേഡ് ബയാസ് ചെയ്യണമെങ്കിൽ N കണക്റ്റഡ് ടു നെഗറ്റീവ്, P കണക്റ്റഡ് ടു പോസിറ്റീവ്, അല്ലെ? എമിറ്റർ ജംഗ്ഷനെ ഫോർവേഡ് ബയാസ് ചെയ്യണമെങ്കിൽ ആ എമിറ്റർ ടെർമിനൽ N-നെ നമ്മൾ നെഗറ്റീവ് ബയാസിലേക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ -VEE കൊടുത്തിരിക്കുന്നത്. പോസിറ്റീവ് കൊടുക്കരുത്, തെറ്റാണ്. അപ്പൊ -VEE സപ്ലൈയുടെ ഒരു ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ എമിറ്റർ ജംഗ്ഷനെ ഫോർവേഡ് ബയാസ് ആക്കി വെക്കുകയും അത് കാരണം നമ്മുടെ ട്രാൻസിസ്റ്റേഴ്സ് Q1 ആൻഡ് Q2 അത് കാരണം എന്ത് ആക്റ്റീവ് റീജിയനിലേക്ക് പോവുകയും ചെയ്യും. ആക്റ്റീവ് റീജിയനിലേക്ക് പോയാൽ മാത്രമേ നമ്മൾക്ക് ഇവിടെ ആംപ്ലിഫിക്കേഷൻ നടക്കുള്ളൂ. കാരണം ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട് V1 ഉം V2, പക്ഷെ ഈ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് V1 ആൻഡ് V2 എന്ന് പറഞ്ഞ ഇൻപുട്ട് V1 ആൻഡ് V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്ലി വോൾട്ട് റേഞ്ചിലായിരിക്കും കേട്ടോ. നോർമലി മില്ലി വോൾട്ട്
റേഞ്ചിലാണ് നമ്മളുടെ ഈ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ മില്ലി വോൾട്ട് റേഞ്ചിലായതുകൊണ്ട് തന്നെ നമ്മുടെ ജംഗ്ഷൻ എമിറ്റർ ജംഗ്ഷനെ ഫോർവേഡ് ബയാസ് ചെയ്യാനും മാത്രമുള്ള ആ ഒരു വോൾട്ട് ആ ഒരു കട്ടിംഗ് വോൾട്ടേജ് നമ്മുടെ ഇൻപുട്ടിൽ നിന്ന് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു നെഗറ്റീവ് വി കൊടുത്തിട്ട് അതിനെ ബയാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ഫിഗർ വരച്ചിട്ട് നോട്ട് ചെയ്ത് വെക്കണം. രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, ദേ ആർ ഐഡന്റിക്കൽ ആണ്. പിന്നെ രണ്ട് എമിറ്റർ ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു റെസിസ്റ്റർ വഴിയാണ് മൈനസ് വിയിലേക്ക് കൊടുക്കുന്നത്, ഡയറക്ട്ലി അല്ല, ഒരു റെസിസ്റ്റർ RE വഴി മൈനസ് വിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. VEE എന്തുകൊണ്ടാണ് നെഗറ്റീവ് കൊടുത്തിരിക്കുന്ന കാര്യം ഓർക്കണം. ഓക്കെ, ഇനി അപ്പൊ ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ, കേട്ടോ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മള് എമിറ്റർ കപ്പിൾഡ് ആംപ്ലിഫയർ, നിങ്ങൾ BJT വെച്ചിട്ടുള്ള വേറൊരു ആംപ്ലിഫയർ RC കപ്പിൾഡ് ആംപ്ലിഫയർ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ഇനി പഠിക്കും RC കപ്പിൾഡ് ആംപ്ലിഫയർ. ഈ RC കപ്പിൾഡ് ആംപ്ലിഫയറിനകത്തൊക്കെ കപ്പാസിറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു സർക്യൂട്ടിൽ നിങ്ങൾക്ക് കപ്പാസിറ്റർ എവിടെയെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല, കപ്പാസിറ്റർ എന്ന് പറഞ്ഞ കാര്യമേ ഇല്ല, കേട്ടോ. അപ്പൊ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിനകത്ത് കപ്പാസിറ്റേഴ്സ് ആവശ്യമില്ല. ഓക്കെ, അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ദർ ഈസ് നോ നീഡ് ഓഫ് കപ്പാസിറ്റേഴ്സിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിനെ ICയിൽ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റും. IC ഫാബ്രിക്കേഷന് നമുക്ക് പറ്റും, ICയിൽ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷെ RC കപ്പിൾഡ് ആംപ്ലിഫയർ ഒക്കെ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് PCB ബോർഡിലാണ്, RC കപ്പിൾഡ് ആംപ്ലിഫയർ. കാരണം അതിനകത്ത് കപ്പാസിറ്റേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് PCB ബോർഡിൽ നമ്മൾ അത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ കപ്പാസിറ്റേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്പ് ആംപ് ICയിലേക്ക് നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഇനി ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഓക്കെ, ഔട്ട്പുട്ട് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഞാനതൊരു സ്ലൈഡിലാക്കി വെച്ചിട്ടുണ്ട്. ഔട്ട്പുട്ട് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ രണ്ട് ടൈപ്പാണ്, രണ്ടായിട്ട് നമുക്ക് പറയാം. ഒന്ന് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഉണ്ട്, ഒന്നെന്ന് പറയുന്നത് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്. ബാലൻസ്ഡ് ഔട്ട്പുട്ടിന്റെ മറ്റൊരു പേരാണ് ഡബിൾ എൻഡഡ് ഔട്ട്പുട്ട്. അൺബാലൻസ്ഡ് ഔട്ട്പുട്ടിന്റെ മറ്റൊരു പേരാണ് സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ട്. അപ്പൊ ഇത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറയാം. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ പിന്നെ ആ നോട്ട് സ്ലൈഡ് നോക്കി എഴുതിയാൽ മതി. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഔട്ട്പുട്ട് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, output of differential amplifier is divided into, ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഉണ്ട്, the other one is unbalanced output. ബാലൻസിന്റെ മറ്റൊരു പേരാണ് ഡബിൾ എൻഡഡും അൺബാലൻസിന്റെ മറ്റൊരു പേരാണ് സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ട്. ഈ ബാലൻസ്ഡ് ഔട്ട്പുട്ട് ശരിക്കും മെഷർ ചെയ്യുന്നത്, നോക്കിക്കേ, ഇത് നമ്മുടെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ തന്നെയാണ് കേട്ടോ. താഴോട്ട് നമ്മുടെ RE ആണ്, ഞാൻ മുമ്പേ കാണിച്ച അതേ ഫിഗർ ആണ്, മൈനസ് VEയിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്, മുമ്പേ കണ്ട അതേ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. പക്ഷെ ഇവിടെ ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത് നോക്കിക്കേ, ആദ്യത്തെ ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിൽ നിന്നും പിന്നെ ആ അടുത്ത ഔട്ട്പുട്ടിന്റെ അടുത്ത ടെർമിനൽ എവിടെയാണ്, ആ Q2 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ ടെർമിനലിൽ നിന്ന്. കണ്ടോ, Q2ന്റെയും കളക്ടർ ടെർമിനലിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഈ രണ്ട് കളക്ടർ ടെർമിനലിന്റെ നടുക്കുന്നാണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഇതിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഡബിൾ എൻഡഡ് ഔട്ട്പുട്ട് എന്ന് പറയും. ഓക്കെ, ബാലൻസ്ഡ് ഔട്ട്പുട്ട് ആണ് ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇത് ശരിക്കും ഈ ഒരു കൊടുക്കുന്ന, അപ്പൊ ഇതാണ് ഇത് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, ഇവിടെ എങ്ങനെയാണ് V01 മൈനസ് V02. V01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് അറ്റ് C1. ഔട്ട്പുട്ട് അറ്റ് C1നെയാണ് V01 എന്ന് പറയുന്നത്. ഈ C2 നിന്ന് നമ്മൾ എടുക്കുന്ന ഔട്ട്പുട്ടിനെ V02 എന്ന് പറയും. V01 മൈനസ് V02. കണ്ടോ, ഔട്ട്പുട്ട് ഈസ് മെഷേർഡ് ബിറ്റ്വീൻ ദീസ് ടു ടെർമിനൽ. ഇത് പോസിറ്റീവ് ആണ്, സോ V01. ഇത് മൈനസ് ആണ്, സോ V02. കണ്ടോ, അപ്പൊ ആ ഒരു ഇതായിരുന്നു നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ മെഷർ ചെയ്യുന്നത്, ഇറ്റ് ഈസ് മെഷേർഡ് ബിറ്റ്വീൻ, നോക്കിക്കേ, ഇവിടുത്തെ കളക്ടർ, ആദ്യത്തെ ട്രാൻസിസ്റ്റർ കളക്ടറിൽ നിന്നും പിന്നെന്താണ് ഗ്രൗണ്ട്, കണ്ട, വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. V01ഉം V02ഉം അൺബാലൻസ്ഡ് ഔട്ട്പുട്ടാ. V0 ഇവിടുത്തെ ഈ ഒരു ആദ്യത്തെ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് എടുക്കുവാണെങ്കിൽ അത് ബിറ്റ്വീൻ ഈ കളക്ടറും പിന്നെ ഗ്രൗണ്ടിനും റെസ്പെക്ട് ആയിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ നോക്കുവാണെങ്കിലോ, ഇറ്റ് ഈസ് മെഷേർഡ് ബിറ്റ്വീൻ, കണ്ടോ, C2 രണ്ടാമത്തെ കളക്ടറും വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ്.
അല്ലാതെ ഇതിന്റെ രണ്ടിന്റെ ഒരു ഡിഫറൻസ് ആയിട്ടല്ല നമ്മൾ എടുക്കുന്നത്. ഓക്കെ, V01 എന്ന് പറയുന്നത് V01 എലോൺ എന്ന് പറയുന്നത് ആ ആദ്യത്തെ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ കപ്പാസിറ്റർ നല്ലവരുടെ പറഞ്ഞു ആ കളക്ടർ ടെർമിനൽ ആദ്യത്തെ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ ടെർമിനലിലും ഗ്രൗണ്ടിനും അക്രോസ് ആയിട്ടാണ് V01 എടുക്കുന്നത്. ബിറ്റ്വീൻ C1 എന്ന് പറയുന്നത് ആ കളക്ടർ ടെർമിനൽ ആണ്, കളക്ടർ ടെർമിനൽ. ഓക്കെ, അതുപോലെ തന്നെ V02 മെഷർ ചെയ്യുന്നത് Q2 ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ ടെർമിനലിൽ നിന്നും ഗ്രൗണ്ടിൽ നിന്നും വിത്ത് റെസ്പെക്ട് ഗ്രൗണ്ട് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബാലൻസ്ഡ് ഔട്ട്പുട്ടിന് അത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. ബാലൻസ്ഡ് ഔട്ട്പുട്ടിന് ഒന്ന് നോട്ട് ചെയ്താണ്, ഈ ബാലൻസ്ഡ് ഔട്ട്പുട്ടിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഹാസ് zero DC. Okay, because അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ DC bias voltage at C1 and C2 അതിന്റെ രണ്ട് കളക്ടർ ടെർമിനൽ are equal and they get cancelled. Okay, അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു Q1 ഉം Q2 ഉം ആ രണ്ട് ട്രാൻസിസ്റ്ററും ഐഡന്റിക്കൽ ആണെന്ന് പറഞ്ഞു. നമ്മൾ DC അനാലിസിസ് ചെയ്യുമ്പോൾ ഈ രണ്ട് ട്രാൻസിസ്റ്റേഴ്സും ഐഡന്റിക്കൽ ആയതുകൊണ്ട് അതിന്റെ VBE വാല്യൂസും ഈക്വൽ ആണ്. ആദ്യത്തെ ട്രാൻസിസ്റ്ററിന്റെ VBE വാല്യൂ രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ VBE വാല്യൂ ഈക്വൽ ആണ്, ബിക്കോസ് ഇത് രണ്ടും ഐഡന്റിക്കൽ ആയതുകൊണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഐഡന്റിക്കൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി പറയാം. ഇതിന്റെ DC അനാലിസിസിലാണ് ഞാൻ പറയുന്നത്, DC പഠിക്കും. ഓക്കെ, കളക്ടർ കറണ്ടും എന്താണ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഓർ വേറെ രീതി പറയുവാണെങ്കിൽ വോൾട്ടേജ് അറ്റ് C1 ഉം വോൾട്ടേജ് അറ്റ് C2 ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ V0 എന്ന് പറയുന്നത് നമ്മൾ സബ്ട്രാക്ട് ചെയ്തെടുക്കുവാണ്. V01 മൈനസ് V02 എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് DC വോൾട്ടേജിന്റെ കാര്യമാണ് കേട്ടോ. അപ്പൊ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പം ഈ DC വോൾട്ടേജ് ക്യാൻസൽഡ് ആയി പോകും. ഓക്കെ, ഈ V01 അതായത് ഒന്നുകൂടി ഞാൻ പറയാം, Q1 ഉം Q2 ഉം ഐഡന്റിക്കൽ ആണ്. Q1 ഉം Q2 ഐഡന്റിക്കൽ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. നമ്മൾ DC അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ VBE അല്ലെങ്കിൽ അത് ഐഡന്റിക്കൽ ആയതുകൊണ്ട് ഇതിന്റെ രണ്ടിന്റെ VBE പെർഫെക്റ്റ്ലി ഈക്വൽ ആണ്. Okay, and the transistor will have same DC collector current. അങ്ങനെ പറയാം, DC collector current, DC analysis DC collector current രണ്ടിലും സെയിം ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം DC വോൾട്ടേജ് അറ്റ് ഈ C1 ഉം DC വോൾട്ടേജ് അറ്റ് C2 സെയിം ആണ്. ഞാൻ പറഞ്ഞത് DC വോൾട്ടേജ് ആണ്, V01 ഉം V02 അല്ല. DC വോൾട്ടേജ് അറ്റ് C1 ഉം DC വോൾട്ടേജ് അറ്റ് C2 സെയിം ആണ്. അപ്പൊ ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ഈ ഔട്ട്പുട്ട് എടുക്കുന്നത് എങ്ങനെയാണ്? V01 മൈനസ് V02 അല്ലേ? അപ്പൊ ഈ കളക്ടർ ടെർമിനലിന്റെ DC വോൾട്ടേജും ഇവിടുത്തെ രണ്ടും സെയിം ആയതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആ DC വോൾട്ടേജ് ക്യാൻസൽഡ് ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബാലൻസ്ഡ് ഔട്ട്പുട്ടിന് 0 DC ആണ് ഉള്ളതെന്ന് പറയും. ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഹാസ് 0 DC എന്ന് പറയും. പക്ഷെ അൺബാലൻസ്ഡിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? DC വോൾട്ടേജ് പ്രസന്റ് ഈ C1 വിൽ ബി പ്രസന്റ്, അതായത് നമ്മൾ എന്താ പറയാ ഇവിടെ സബ്ട്രാക്ട് ചെയ്തല്ല നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് അല്ലെ, സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് ഔട്ട്പുട്ട് എടുക്കുമ്പോൾ ഇവിടെയുള്ള DC വോൾട്ടേജ് അവിടെ തന്നെ ഉണ്ടാവും. V02 ഈ ടെർമിനലിൽ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ ഇവിടെയുള്ള DC വോൾട്ടേജ് അവിടെ തന്നെ ഉണ്ടാവും, ബിക്കോസ് സബ്ട്രാക്റ്റഡ് ആയി പോകുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പറയാൻ പറ്റും അൺബാലൻസ്ഡ് ഔട്ട്പുട്ടിന് നോൺ സീറോ DC ആണ് ഉള്ളത്. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ബാലൻസ്ഡ് ഔട്ട്പുട്ടിന് 0 DC ആണ് ഉള്ളത്, ബിക്കോസ് DC ബയാസ് വോൾട്ടേജ് ക്യാൻസൽഡ് ആയി പോകും ഡിഫറൻസ് എടുക്കുന്നത് കൊണ്ട്. പക്ഷെ അൺബാലൻസ്ഡ് ഔട്ട്പുട്ടിന് ഹാസ് നോൺ സീറോ DC. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഹാസ് നോൺ സീറോ DC. കാരണം എന്താ? ബിക്കോസ് DC ബയാസ് വോൾട്ടേജ് ഓഫ് കളക്ടർ അപ്പിയേഴ്സ്, ക്യാൻസൽഡ് ആയി പോകത്തില്ല, അപ്പിയേഴ്സ് ഇൻ നമ്മൾ V01 എടുക്കുമ്പോഴും V02 സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ ആ ഒരു DC ബയാസ് വോൾട്ടേജ് അവിടെ കാണും. ഓക്കെ, DC അനാലിസിസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു DC ബയാസ് വോൾട്ടേജ് കിട്ടുന്നത്. ഓക്കെ, DC അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ AC ഇൻപുട്ട് ഒന്നും കൊടുക്കാതെ ആ VCCയും മൈനസ് VEEയും കൊടുത്ത് കിട്ടുമ്പോൾ ഉള്ള കളക്ടറിലുള്ള DC വോൾട്ടേജ് ആണ് ഈ DC
ബയാസ് വോൾട്ടേജ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ സർക്യൂട്ട്സിൽ അത് പഠിക്കും. ട്രാൻസിസ്റ്ററിന്റെ DC അനാലിസിസ് എങ്ങനെയാ ചെയ്യുന്നത്, AC അനാലിസിസ് എങ്ങനെയാ ചെയ്യുന്നത്. ഇപ്പം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഈ ഔട്ട്പുട്ടിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഔട്ട്പുട്ടിനെ നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഇനി അതുകൂട്ട് നമുക്ക് ഇൻപുട്ടിനെയും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻപുട്ടിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇൻപുട്ടിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ഡുവൽ ഇൻപുട്ട് ആൻഡ് ദ അതർ വൺ ഈസ് സിംഗിൾ ഇൻപുട്ട്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഡുവൽ ഇൻപുട്ടും സിംഗിൾ ഇൻപുട്ടും. ഡുവൽ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ കണ്ടതുപോലെ തന്നെയാണ്. ദാറ്റ് ഈസ് ബോത്ത് V1, രണ്ടും V1 ഉം V2 ഉണ്ട്. ബോത്ത് V1 ആൻഡ് V2 ആർ കണക്റ്റഡ്. ആൻഡ് നെറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് ശരിക്കും ഡിഫറൻസ് ആണ്. V1 മൈനസ് V2 ആയിരിക്കും. സിംഗിൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഏതെങ്കിലും ഒരെണ്ണേ കണക്ട് ചെയ്യുള്ളൂ അല്ലെ. ഐദർ V1 ഓർ V2 ഈസ് കണക്റ്റഡ്. ഏതെങ്കിലും ഒരെണ്ണേ കണക്ട് ചെയ്യുള്ളൂ. അതായത് V1 കണക്ട് ചെയ്യുകയാണെങ്കിൽ V2 0 ആക്കി വെക്കും, V2 കണക്ട് ചെയ്യുകയാണെങ്കിൽ V1 0 ആക്കി വെക്കും. അപ്പൊ ഡുവൽ ഇൻപുട്ടും ഉണ്ട്, സിംഗിൾ ഇൻപുട്ടും ഉണ്ട്. അപ്പം ഈ ഇൻപുട്ടിന്റെ ക്ലാസിഫിക്കേഷനും നമ്മൾ ഇപ്പൊ പഠിച്ച ഔട്ട്പുട്ടിന്റെ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന് we can say differential amplifier has 4 modes of operation. 4 modes of operation ഉണ്ട്. ഒന്നേതാണെന്നറിയാവോ? ഡുവൽ ഇൻപുട്ട്, ബാലൻസ്ഡ് ഔട്ട്പുട്ട്. ബിക്കോസ് ഔട്ട്പുട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബാലൻസ്ഡ് ഉണ്ട് അൺബാലൻസ്ഡ് ഉണ്ട്. രണ്ടാമത് ഡുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് മോഡ്. ദെൻ സിംഗിൾ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട്. ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് സിംഗിൾ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് മോഡ്. ഓക്കെ, ഇതാണ് 4 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. നമ്മൾ ട്രാൻസിസ്റ്ററിനകത്ത് ആക്റ്റീവ് റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ, കട്ട് ഓഫ് റീജിയൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇവിടുത്തെ 4 ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ 4 മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ അനാലിസിസിലേക്ക് പോവാം. ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിനകത്താണ് കുറച്ച് അനാലിസിസും കാര്യമൊക്കെ ഉള്ളത്. നമ്മൾ ഓപ്പ് ആമ്പ് പഠിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് അനാലിസിസിലേക്ക് നിങ്ങൾ പോയാലും അത് കുറച്ച് ഈസി ആയിട്ട് തോന്നും. നമ്മൾ ഇപ്പൊ ഈ പഠിക്കാൻ പോകുന്ന ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ അനാലിസിസ് ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് എടുക്കാൻ പോകുന്നത്, പക്ഷെ എനിക്കൊന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഈ ഒരു അനാലിസിസ് നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഏതൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഗേറ്റ് ലെവലിൽ ഇതിനകത്ത് തിയറിയും ചോദിക്കാം, ഗേറ്റ് ലെവലിൽ നമുക്ക് ഇതിനകത്തുനിന്ന് പ്രോബ്ലം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ തന്നെ ഇത് പഠിക്കണം. അതുകൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു പോകുന്നത്. ഇന്ന് അതായത് അനാലിസിസ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് അനാലിസിസ് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. അത് മാത്രമല്ല സിലബസ് ഇത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കണം. അനാലിസിസ് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ട്രാൻസിസ്റ്ററിനകത്തൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിക്കും. അവിടെ നമ്മൾ AC അനാലിസിസ്, DC അനാലിസിസ് ഒക്കെ ചെയ്യത്തില്ലേ? അതേ കൂട്ട് തന്നെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിനും 2 ടൈപ്പ് ഓഫ് അനാലിസിസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് DC അനാലിസിസും മറ്റൊന്ന് പറയുന്നത് AC അനാലിസിസും. DC അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ AC ഇൻപുട്ടുകളെല്ലാം ഡിസേബിൾ ചെയ്യണം. ഓക്കെ, DC അനാലിസിസ് ചെയ്യുന്ന സമയത്ത് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഡിസേബിൾ AC ഇൻപുട്ട്. AC ഇൻപുട്ടുകളൊന്നും കാണാൻ പാടില്ല. അതായത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകളില്ലേ, V1 ഉം V2, അത് രണ്ടും AC ഇൻപുട്ടുകളാണ്, മില്ലി വോൾട്ട് റേഞ്ചിലുള്ള AC ഇൻപുട്ടുകളാണ്. അതിനെ നമ്മൾ ഡിസേബിൾ ചെയ്തിട്ട് വേണം DC അനാലിസിസ് ചെയ്യാൻ. അതേപോലെ തന്നെ AC അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, DCയെ ഡിസേബിൾ ചെയ്യണം. DC എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ നമ്മൾ കൊടുക്കുന്ന VCCയും നമ്മുടെ മൈനസ് VEE സപ്ലൈസ്, ഇതിനെ ബയാസിംഗ് സപ്ലൈ എന്നും പറയും. ഓക്കെ, സോ വി ഹാവ് ടു ഡിസേബിൾ. AC അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ബയാസിംഗ് സപ്ലൈ ആയ ഈ VCCയും VEEയും നമ്മൾ ഡിസേബിൾ ചെയ്യണം. ഓക്കെ, ഈ AC അനാലിസിസ് എഗെയിൻ രണ്ടായിട്ട് വീണ്ടും നമ്മൾ ചെയ്യും. ഓക്കെ, നോർമലി AC അനാലിസിസ് ആണ് ചെയ്യുമ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ഓർ ഡിഫറൻസ് മോഡ് അനാലിസിസ് ഉണ്ട്,
പിന്നെന്താണെന്നറിയോ, കോമൺ മോഡ് അനാലിസിസും ഉണ്ട്. കോമൺ മോഡ് അനാലിസിസും ഉണ്ട്. ഓക്കെ, സോ ഡിഫറൻസ് മോഡ് ആൻഡ് കോമൺ മോഡ് അനാലിസിസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു നമ്മൾ ചെയ്യാൻ പോകുന്ന അനാലിസിസിന്റെ ഒരു പിക്ചർ. നമ്മൾ ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. ആദ്യം DSC അനാലിസിസ് ചെയ്യും, പിന്നെ നമ്മൾ AC അനാലിസിസിലേക്ക് പോകും. ഇവിടെ നമ്മൾ ഈ രണ്ട് അനാലിസിസും ചെയ്യുന്നത് കൂടി മാത്രമേ നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, സോ നമുക്ക് ആദ്യം DC അനാലിസിസ് വെച്ച് തുടങ്ങാം. ഓക്കെ, ദിസ് ഈസ് ദ DC അനാലിസിസിന്റെ ഒരു സർക്യൂട്ട് ആണ്. ഓക്കെ, ഈ ഒരു സർക്യൂട്ട് ഞാൻ ആ ഒരു ഡിഫറെന്റ് കളർ പേനൊക്കെ വെച്ചിട്ട്, കാരണം നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അത് വരയ്ക്കാനാണെങ്കിലും എളുപ്പമാണ്. അതായത് നമ്മൾ മുമ്പേ കണ്ട, ഞാൻ ആദ്യം കാണിച്ച അതേ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. സെയിം ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെയാ നമ്മൾ വരയ്ക്കേണ്ടത്? DC അനാലിസിസിന് വേണ്ടിയിട്ടുള്ള ഫിഗർ ആണിത്. ഓക്കെ, നമ്മൾ രണ്ട് ട്രാൻസിസ്റ്റർ വരയ്ക്കുക. ഞാൻ ആദ്യം കാണിച്ച ഫിഗർ ഇല്ലേ, അത് തന്നെ. രണ്ട് ട്രാൻസിസ്റ്റർ ഇങ്ങനെ വരയ്ക്കുക. Q1 ഉണ്ട്, Q2 ഉണ്ട്. എന്നിട്ട് അതിന്റെ എമിറ്ററിനെ രണ്ടിനെയും കൂടി കപ്പിൾ ചെയ്യുക. എന്നിട്ട് ഒരു R വെച്ചിട്ട് -VEE കൊടുക്കുക. എന്നിട്ട് എന്താ, ഇൻപുട്ട് നമ്മൾ എവിടെയാ കൊടുക്കുന്നത്? സോറി, എമിറ്റർ ആണ് ഇവിടുന്ന് വരും. അങ്ങനെ നമ്മൾ വരയ്ക്കാൻ പഠിക്കേണ്ടത്. എമിറ്റർ ഇങ്ങോട്ടേക്ക് കൊടുക്കും കേട്ടോ. അപ്പൊ ബേസിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? V1. ഇതിന്റെ ബേസിലേക്ക് നമ്മൾ V2 എന്ന് പറഞ്ഞ ഇൻപുട്ട് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇതിനെ ഗ്രൗണ്ട് ചെയ്യും. എന്നിട്ട് ഇതിന്റെ കളക്ടറിലേക്ക് ഒരു റെസിസ്റ്റർ, ഇവിടുത്തെയും കളക്ടറിലേക്ക് ഒരു റെസിസ്റ്റർ, എന്നിട്ട് നമ്മുടെ VCC എന്ന് പറഞ്ഞ സപ്ലൈ ഇങ്ങോട്ട് കൊടുക്കും. ഇത് തന്നെയാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. പക്ഷെ എന്താ ഒരു പ്രത്യേകത? ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഏത് അനാലിസിസ് ആ? DC അനാലിസിസ് ആണ്. DC അനാലിസിസ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ഡിസേബിൾ ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്? AC ഇൻപുട്ടുകൾ ഡിസേബിൾ ചെയ്യണം. ഇവിടെ രണ്ട് AC ഇൻപുട്ടുകളാണ് കൊടുക്കുന്നത്. ഒന്ന് V1 ഒന്ന് V2. അതിനെ ഡിസേബിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അങ്ങ് ഷോർട്ട് ചെയ്ത് കളയണം. അതായത് നേരെ ഗ്രൗണ്ട് ചെയ്യാം. കണ്ടോ, നേരെ ഇങ്ങനെ ഗ്രൗണ്ട് ചെയ്യുക, നേരെ ഡയറക്ട്ലി ഗ്രൗണ്ട് ചെയ്യുക. അതിനെ എടുത്ത് മാറ്റിയിട്ട് ഡയറക്ട്ലി ഗ്രൗണ്ട് ചെയ്യണം. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾ നോക്കിക്കേ, V1 ഉം V2 ഉണ്ടോ ഇതിനകത്ത്? ഇല്ല. ആ V1 ഉം V2 നെ 0 ആക്കിയിരിക്കുകയാണ്. കണ്ടോ, V1 ഉം V2 ഉം കൊടുത്തിട്ടില്ല. ബാക്കി എല്ലാം ഒരേപോലെ. ഇനി നമ്മുടെ കറന്റ് ഫ്ലോയും കൂടിയൊക്കെ, കറന്റ് ഫ്ലോയും വോൾട്ടേജ് ഒക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ആദ്യത്തെ ട്രാൻസിസ്റ്റർ Q1 അല്ലേ? ആ Q1 ഒരു BE ബേസ്, ഇത് അതിന്റെ ബേസ്, ഇത് എമിറ്റർ. ഇതിന് അക്രോസ് എന്ത് വോൾട്ടേജ് ഉണ്ട്? ഒരു ബേസ് എമിറ്റർ വോൾട്ടേജ് ഉണ്ട്. അതാണ് VBE1 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ വോൾട്ടേജിന് പോസിറ്റീവ് ടെർമിനൽ ബേസിലും നെഗറ്റീവ് ടെർമിനലിൽ എമിറ്ററിലുമായിരിക്കും. ഓക്കെ, അതാണ് VBE1. ഇനി Q2 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്ററിനും ഇതേ കൂട്ട് എന്തുണ്ട്? VBE2 ഉണ്ട്. അത് ബേസ്, വിത്ത് റെസ്പെക്ട് ടു ബേസും എമിറ്ററും, ഈ ബേസും എമിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് ഈ ഒരു വോൾട്ടേജ് ആണ്. അതിന്റെ ബേസിൽ പോസിറ്റീവും ഇത് നെഗറ്റീവും. ഓക്കെ, ഈ ഒരു വോൾട്ടേജ് ആണ് VBE2. ഓക്കെ, ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് വേറൊരു വോൾട്ടേജും കൂടി ഉണ്ട്, VCE, കളക്ടർ. അതായത് ഇതാണല്ലോ കളക്ടർ ടെർമിനൽ, ഇതാണല്ലോ കളക്ടർ ടെർമിനൽ, ഇതല്ലേ എമിറ്റർ ടെർമിനൽ. കളക്ടറിനും എമിറ്ററിനും അക്രോസ് ഉള്ള ഈ വോൾട്ടേജ് അതാണ് VCE. പൊളാരിറ്റി ശ്രദ്ധിക്കണം, പൊളാരിറ്റി പഠിക്കണം കേട്ടോ. പൊളാരിറ്റി മാറിപ്പോവല്ലേ. C പോസിറ്റീവും മറ്റത് നെഗറ്റീവും. ഓക്കെ, ഇനി നമുക്ക് കറണ്ടുകൾ മാർക്ക് ചെയ്യാം. അപ്പം VCCയിൽ നിന്ന് കറണ്ട് ഫ്ലോ ചെയ്യും അല്ലെ? VCCയിൽ നിന്ന് RCയിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും, അതാണ് IC. ഇവിടെയും VCCയിൽ നിന്ന് RCയിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും, അതാണ് ഇവിടുത്തെ IC. ഇവിടെ ഞാൻ IC1 IC2 എന്നും പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടില്ല. രണ്ടും IC ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്? ആദ്യമേ പറഞ്ഞു Q1 ഉം Q2 ഐഡന്റിക്കൽ ആണ്. അതുകൊണ്ട് അതിന്റെ കളക്ടർ കറണ്ടും എമിറ്റർ കറണ്ടും ഒക്കെ സെയിം ആയിരിക്കും. Q1 ഉം Q2 ഉം ഐഡന്റിക്കൽ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിന്റെ കളക്ടർ കറണ്ടുകളും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് രണ്ടിനെ IC വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ICയുടെ ഡയറക്ഷൻ ഓർക്കണം. ഫ്രം VCC ആണ് നമ്മളത് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നമുക്കുള്ളത് ഇവിടെ ബേസ് കറണ്ട് മാർക്ക് ചെയ്യാൻ പോകണ്ട. ബിക്കോസ് ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്നില്ല, ഇൻപുട്ടിനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. സോ നോ ബേസ് കറന്റ് ഫ്ലോസ്. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് എമിറ്റർ കറണ്ട്. കണ്ടോ, എമിറ്റർ നമ്മൾ ട്രാൻസിസ്റ്റർ പഠിക്കുമ്പോൾ ഈ ഒരു കറന്റ് ഫ്ലോ ഇങ്ങനെയാണ് പഠിക്കുന്നത് കേട്ടോ. എപ്പോഴും IB ഇങ്ങോട്ട്, IC എപ്പോഴും ഇങ്ങോട്ട്, IE എപ്പോഴും ഇങ്ങോട്ട്, ഇങ്ങനെ വേണം പഠിക്കാൻ. അപ്പം ഇതിന്റെ ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കണം. IE is equal to IB plus IC എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അതായത് ഒരു നോഡ് പോലെ, ട്രാൻസിസ്റ്റർ നിങ്ങൾ ഒരു നോഡ് പോലെ കൺസിഡർ ചെയ്യും. IB അതിലേക്ക് വരുന്നു,
IC ഇങ്ങോട്ടേക്ക് വരുന്നു, IE പുറത്തേക്ക് പോകുന്നു. കിർച്ചോഫ് കറന്റ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? ടോട്ടൽ കറന്റ് എന്ററിംഗ് ദ നോഡ്, ഇവിടെ ട്രാൻസിസ്റ്റർ അതെന്ന് പറഞ്ഞാൽ എന്താ? IB പ്ലസ് IC ആണ്. ഇസ് ഈക്വൽ ടു ടോട്ടൽ കറന്റ് ലീവിംഗ് എന്ന് പറഞ്ഞാൽ IE. അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അപ്പൊ ട്രാൻസിസ്റ്ററിന്റെ കറന്റ് ഫ്ലോയുടെ ഡയറക്ഷൻ എപ്പോഴും ഇങ്ങനെയാണ്. അറിയത്തില്ലെങ്കിൽ ഓർക്കുക കേട്ടോ. IEയുടെ ഇങ്ങനെയായിരിക്കും. IC ഇൻടു ദ കളക്ടർ ടെർമിനൽ ആയിരിക്കും കറന്റ് ഫ്ലോ ചെയ്യുക. ഇത് ഇൻടു ദ ബേസ് ടെർമിനൽ ആയിരിക്കും IB ഫ്ലോ ചെയ്യുക. മറ്റേത് ആ എമിറ്ററിന്റെ ഔട്ടറിലേക്കായിരിക്കും, പുറത്തേക്കായിരിക്കും IE ഫ്ലോ ചെയ്യും. അപ്പൊ നമ്മൾ ഇവിടെ രണ്ട് എമിറ്റർ കറന്റ് മാർക്ക് ചെയ്തു, IE. വീണ്ടും രണ്ട് ട്രാൻസിസ്റ്റർ ഐഡന്റിക്കൽ ആയതുകൊണ്ട് IE സെയിം ആണ്. ഓക്കെ, ഈ IE ഇവിടേക്ക് വന്നിട്ട് ഒരുമിച്ച് 2IE ആയിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 2IE മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, രണ്ട് IEയും ഇവിടെ വന്ന് ഈ നോഡിൽ വന്ന് അത് 2IE ആയിട്ട് താഴേക്ക് പോകും. ഓക്കെ, അപ്പൊ അത്രയുമാണ് ഈ ഫിഗറിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഈ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പോർഷനിലാണ് KVL കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. രണ്ട് പോർഷനാണ്. അതാണ് ഞാൻ ഇവിടെ ആ ഒരു ആരോ മാർക്ക് ഇട്ട് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. ആ കറന്റ് ഫ്ലോ കാണിച്ചിരിക്കുന്നത് ഉണ്ടാവും, ഒരു പിങ്കും നോക്കിക്കേ കണ്ട, ഇവിടെ ഒരു പിങ്ക്. ഇതാണ് ആ പിങ്ക് കണ്ട, പിങ്ക് ഡയറക്ഷൻ അതാണ് ഒരു കറന്റ് ഫ്ലോ. ഓക്കെ, അതായത് ഈ ലൂപ്പ് വഴിയാ, ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്ക് ഒരു ലൂപ്പാണ്. സംശയം ഉണ്ടാവും. VCC എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് ഗ്രൗണ്ട്. ഇതാ നമ്മുടെ VCC. ഈ ഗ്രൗണ്ട് ടു ഈ ഗ്രൗണ്ട് ഒരു ലൂപ്പ് അല്ലേ? അപ്പൊ അത് ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് VCCയുടെ പോയിന്റിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെ, അതാണ് ഒരു ലൂപ്പ്. ഓക്കെ, രണ്ടാമത്തെ ലൂപ്പ് എന്ന് പറയുന്നത്, ലൂപ്പ് അറിഞ്ഞിരിക്കണം എന്നാലേ നമുക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. രണ്ടാമത്തെ ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് ലൂപ്പാ. നോക്കിക്കേ കണ്ടോ, ഇതുവഴി ഈ ഗ്രൗണ്ട് ഇവിടെ നിന്ന് തുടങ്ങി, അതാണ് ഇങ്ങനെ കാണിച്ചത്. ഇവിടെ നിന്ന് തുടങ്ങി ഈ ഗ്രൗണ്ട് ഇവിടേക്ക് വരും. ബിക്കോസ് ഈ -VE എന്ന് പറഞ്ഞാൽ മൈനസും പോസിറ്റീവ് ഗ്രൗണ്ട് ഇങ്ങനെയാണ്. അപ്പൊ ഈ ഗ്രൗണ്ടും ആ ലൂപ്പ് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ നിന്ന് ഇങ്ങനെ, അതാണ് ഞാൻ ഈ ഒരു ആരോ മാർക്ക് ഇട്ട് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ദാറ്റ് മീൻസ് ഈ ഒരു ആരോ മാർക്ക് ഇട്ട് കാണിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ മുതൽ ആ ഫ്ലോ ഇങ്ങനെ വന്ന്. ഓക്കെ, അതാണ് അടുത്ത ലൂപ്പ് എന്ന് പറയുന്നത്. ഈ രണ്ട് ലൂപ്പിലാണ് നമ്മൾ അനാലിസിസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ഇനി ഇവിടെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, DC അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ നോക്കിക്കേ, രണ്ട് ബേസ് ടെർമിനലിലും ഇതും ഗ്രൗണ്ട് ആണ്. ബേസ് ടെർമിനൽ രണ്ടും ഗ്രൗണ്ടഡാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ, അങ്ങനെയാണ് പറയുന്നത് ശരിക്കും, ബേസ് രണ്ടും ഷോർട്ടഡ് ആണെന്ന് പറയാം. ഓക്കെ, ഈ ബേസ് ഗ്രൗണ്ടഡ് ആണ്, ഈ ബേസ് ഗ്രൗണ്ടഡ് ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ബേസ് ടെർമിനൽസ് ആർ ഷോർട്ടഡ്. ഓക്കെ, ആൻഡ് ഓൾസോ എമിറ്റേഴ്സും രണ്ടും ഷോർട്ട് ചെയ്തിരിക്കുകയല്ലേ? എമിറ്ററും രണ്ടും നമ്മൾ കപ്പിൾ ചെയ്തിരിക്കുകയല്ലേ? എമിറ്ററും ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. എമിറ്ററിന്റെ, അതായത് ഈ ഒരു ഇവിടെ ഉള്ള അതേ പൊട്ടൻഷ്യൽ തന്നെയാണ് ഇവിടെ എമിറ്റേഴ്സും ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫിഗറിനകത്ത് തന്നെ മനസ്സിലാവും, എമിറ്റർ ടെർമിനൽസ് ആർ ഓൾസോ ഷോർട്ടഡ്. അതുകൊണ്ടാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് രണ്ട് ട്രാൻസിസ്റ്റേഴ്സിന്റെയും VBE1ഉം VBE2ഉം ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ആക്ച്വലി ഈവൻ ദോ രണ്ട് ട്രാൻസിസ്റ്ററും ഐഡന്റിക്കലും ആണ്, അതേസമയം DC അനാലിസിസിന്റെ സമയത്താണ് നമുക്ക് ഈ VBE1ഉം VBE2 ഈക്വൽ ആണെന്ന് പറയാൻ സാധിക്കുക. കാരണം DC അനാലിസിസിന്റെ സമയത്താണ് നമ്മൾ ബേസിനെ ഗ്രൗണ്ട് ചെയ്യുക, ഈ ബേസിനെ ഗ്രൗണ്ട് ചെയ്തിരിക്കുക. അതിന്റെ അർത്ഥം ഈ രണ്ട് ബേസും തമ്മിൽ ഷോർട്ട് ആണെന്നാണ്, അല്ലെങ്കിൽ രണ്ടും ഒരേ പൊട്ടൻഷ്യൽ ആണെന്നാണ് അർത്ഥം. എമിറ്ററിനെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഷോർട്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ? രണ്ട് എമിറ്റേഴ്സും ഷോർട്ടഡ് ആണ്. നോക്കിക്കേ, എമിറ്റേഴ്സും ഷോർട്ടഡ് ആണ്. ഇതിന്റെ രണ്ട് എമിറ്ററും സെയിം പൊട്ടൻഷ്യലിലാണുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ആദ്യത്തെ ബേസ് എമിറ്റർ വോൾട്ടേജും രണ്ടാമത്തെ ബേസ് എമിറ്റർ വോൾട്ടേജും സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്നത് Q1 ആൻഡ് Q2 ആർ ഐഡന്റിക്കൽ. അത് രണ്ടും ഐഡന്റിക്കലും ആണ്. And at the same time, and we can say VBE1 is equal to VBE2 is equal to നമുക്ക് VBE എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി Q1 Q2 ഐഡന്റിക്കൽ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും Q1 and Q2 will have equal current also. ബേസ് കറണ്ടും എമിറ്റർ കറണ്ടും കളക്ടർ കറണ്ടും എല്ലാം ഈക്വൽ ആയിരിക്കും. ഓക്കെ, രണ്ടും ഐഡന്റിക്കൽ ആണ്. അപ്പൊ ഇവിടെ എമിറ്റർ കറണ്ടും ബേസ് കറണ്ടും എല്ലാം ഈക്വൽ ആണ്. നമ്മളിപ്പോ തൽക്കാലം നമുക്ക് എമിറ്റർ കറണ്ട് ആണ് നമ്മുടെ അനാലിസിസ് എടുക്കുന്നത്. എമിറ്റർ കറണ്ട് എല്ലാം ഈക്വൽ ആണെന്ന് എഴുതാം, IE ആണെന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് KVL അപ്ലൈ ചെയ്യാം. ഓക്കെ, നമ്മൾ KVL അപ്ലൈ ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് ആ ഇൻപുട്ടിൽ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം KVL. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ
KVL അപ്ലൈ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ വേറൊരു കളർ ഇട്ട് ഒന്നും കൂടി ആ ലൂപ്പ് ഒന്ന് വൃത്തിയാക്കി കാണിച്ചു തരാം. ഓക്കെ, ശരിക്കും നമ്മൾ ഇവിടാണ് KVL അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇവിടെ തുടങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എവിടെ നിന്നാ തുടങ്ങുന്നത്? ഇവിടെ ഇൻപുട്ട് V1 ഒന്നുമില്ല, 0. അപ്പൊ ആദ്യം ഈ ലൂപ്പ് ഇങ്ങനെ കറങ്ങി വരുമ്പോ ആദ്യം നമുക്ക് വരുന്ന വോൾട്ടേജ് ഇതാ VBE. പിന്നെ കറന്റ് ഫ്ലോ എടുത്തിരിക്കുന്ന ഞാൻ ഇങ്ങനെയാണ്, ഇവിടുന്ന് ഇങ്ങനെയാണ് കറന്റ് ഫ്ലോ എടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു വോൾട്ടേജിന്റെ അവിടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ അതിനെ മൈനസ് വെച്ച് ഡിനോട്ട് ചെയ്യും കേട്ടോ. KVL പലർക്കും പല രീതിയിൽ എഴുതാൻ അറിയായിരിക്കും. നിങ്ങൾ കംഫർട്ടബിൾ ആണ് നിങ്ങളുടെ മെത്തേഡ് വെച്ച് എഴുതുന്നെങ്കിൽ അങ്ങനെ തന്നെ എഴുതിക്കോളൂ. ഇത് ഞാൻ പറഞ്ഞിരുന്ന ഒരു മെത്തേഡാണ്, അറിയാൻ വയ്യാത്തവർക്ക് ഇത് ഫോളോ ചെയ്യും. ഓക്കെ, ഇവിടെ VBE എന്ന് പറഞ്ഞ വോൾട്ടേജിന്റെ ആദ്യത്തെ അവിടെ പോസിറ്റീവ് പിന്നെ നെഗറ്റീവ്. നമ്മൾ ഈ ഒരു ഡയറക്ഷനല്ലേ പോകുന്നത്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാ പോകുന്നത്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ഇട്ട് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ നമ്മളുടെ ആദ്യത്തെ KVL ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. KVL അപ്ലൈ ചെയ്യാൻ പോകുമ്പോ VBE 1 എന്ന് ഞാൻ എഴുതുന്നില്ല, VBE എന്നാണ് എഴുതുന്നത്. മൈനസ് VBE. തീർന്നോ? ഇല്ല. ഇനി ഇങ്ങനെ വന്ന് ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ വരുമ്പം വീണ്ടും ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്. നമ്മൾ എന്താ KVL അപ്ലൈ ചെയ്യാൻ പോകുന്നത്? വോൾട്ടേജ് ഡ്രോപ്പുകളെല്ലാം എഴുതും. ഓക്കെ, അപ്പൊ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2. ഒരു റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇൻറ്റു ആ റെസിസ്റ്റൻസ്. ഇവിടെ റെസിസ്റ്റൻസ് RE ആണ്, ഫ്ലോ ചെയ്യുന്ന കറണ്ട് 2IE ആണ്. സോ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ 2IE RE ആയിരിക്കും. I ഇൻറ്റു R, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, V is equal to IR. പക്ഷേ ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പുകൾക്കെല്ലാം നമ്മളൊരു മൈനസ് ഇടണം, KVL എഴുതണം കേട്ടോ. അപ്പൊ നമ്മളിവിടെ എഴുതാൻ പോകുന്നത് മൈനസ് വോൾട്ടേജ് ഡ്രോപ്പ് അല്ലേ, വോൾട്ടേജ് ഡ്രോപ്പ് ആണ്, കൂടുതലല്ല. സോ 2IE RE എന്ന് എഴുതാം. തീർന്നോ? ഇല്ല. അടുത്തത് ഈ പോയിന്റിലേക്ക് വന്നു. ഇത് മൈനസ് VEE ആണ് അല്ലെ, മൈനസ് VE ആണ്. സോ മൈനസ് VEE is equal to 0. സോറി, മൈനസ് VEE ആണ്. പക്ഷെ നിങ്ങൾ ഇതിന്റെ പൊളാരിറ്റി ഒന്ന് നോക്കിക്കേ. മൈനസ് VE ആണ്. മൈനസ് VE നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? മൈനസ് ഇവിടെ പ്ലസ് ഇവിടെ, ഇങ്ങനെ. അപ്പം ഇങ്ങനല്ലേ നമ്മുടെ ഡയറക്ഷൻ പോകുന്നത്. അപ്പൊ ഇവിടെ മൈനസിൽ നിന്ന് പ്ലസിലേക്കാ. മൈനസിൽ നിന്ന് പ്ലസിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ഇട്ട് റെപ്രസെന്റ് ചെയ്യണേ. ഇവിടെ തിരിച്ച്. അപ്പൊ മൈനസ് VE എന്ന് എഴുതരുത്. അവിടെ ഇവന്തോ ഇങ്ങനെ എഴുതിയിരിക്കുന്നെങ്കിലും ശരിക്കും ആ ഒരു പൊളാരിറ്റീസ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ആ കറന്റ് ഫ്ലോ ഇങ്ങനെ വരുമ്പോ ഇവിടെ നമ്മൾ പ്ലസ് VEE ഈക്വൽ ടു 0 എന്ന് എഴുതും. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം കേട്ടോ. KVL എഴുതാൻ ആർക്കെങ്കിലും അറിയാൻ വയ്യാത്തതുണ്ടെങ്കിൽ, അതായത് വേറൊന്നുമല്ല, നമ്മുടെ ഒരു കറന്റ് ഫ്ലോ നമ്മൾ ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മൈനസ് VEE നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പോസിറ്റീവ് ആണെങ്കിലോ ആദ്യം പ്ലസ് പിന്നെ മൈനസ് ഇട്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ KVL അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പോകുമ്പോൾ മൈനസിൽ നിന്ന് മൈനസ് ആദ്യം പിന്നെ പ്ലസ്, അപ്പൊ പ്ലസ് ഇട്ട് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ പ്ലസ് VEE is equal to 0. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എമിറ്റർ കറന്റിന്റെ ഇക്വേഷൻ എഴുതണം. സോ വി ക്യാൻ റൈറ്റ് എമിറ്റർ കറന്റ് is equal to VEE minus VBE divided by 2 times RE ആണ് നമ്മുടെ എമിറ്റർ കറന്റ്. ഇതിന്റെ പേരാണ്, ദിസ് ഈസ് നോൺ ആസ് DC എമിറ്റർ കറന്റ് എന്ന് പറയും. നമ്മൾ ഇതിനെ എന്താണ്? DC എമിറ്റർ കറന്റ് എന്ന് പറയും. DC എമിറ്റർ കറന്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, അപ്പൊ KVL വെച്ച് നമ്മൾ ഒരെണ്ണം എഴുതി. ശരിക്കും ഈ DC എമിറ്റർ കറന്റ് അറിയാമെങ്കിൽ നമുക്ക് ബാക്കി കറണ്ടുകളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. എമിറ്റർ കറന്റ് അറിയാമെങ്കിൽ എങ്ങനെയാ കളക്ടർ കറന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓർക്കുന്നുണ്ടാവും നമ്മുടെ ഇക്വേഷനിലെ കളക്ടർ കറന്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് ആൽഫ ടൈംസ് IE എന്ന് എഴുതാം. IC ഈക്വൽ ടു ആൽഫ ടൈംസ് IE ഗെയിൻ, ഓർ IC നമുക്ക് IE ആയിട്ട് തന്നെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, IC കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബേസ് കറന്റ് ഇല്ല. അപ്പൊ എല്ലാ കറണ്ടും നമുക്ക് IE ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കളക്ടർ കറണ്ടും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ആ ഒരു KVL വെച്ചിട്ട് നമ്മൾ എമിറ്റർ കറന്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്ത നമ്മൾ KVL. അപ്പൊ ഇത് KVL 1 ആണ്. ഇനി അടുത്ത നമ്മൾ രണ്ടാമത്തെ KVL അപ്ലൈ ചെയ്യാൻ പോവാം, KVL 2. ഓക്കെ, KVL 2 അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ പിങ്ക് ഇല്ലേ, ഈ പിങ്ക് കാണിച്ചിരിക്കുന്നതാണ്.
അതായത് ഈ വി സി സിയിൽ നിന്ന് തുടങ്ങി, വി സി സിയെ ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെ വി സി വഴി വന്ന് ഇങ്ങോട്ട് പോകും. ഇതാണ് അടുത്ത, ഈ ലൂപ്പിലാണ് അടുത്ത KVL അപ്ലൈ ചെയ്യേണ്ടത്. കണ്ടോ, ഈ ഗ്രൗണ്ട് മുതൽ ഈ ഗ്രൗണ്ട് വരെ ഒരു ലൂപ്പ് അല്ലേ, അവിടെ നമുക്ക് KVL അപ്ലൈ ചെയ്യാം. അപ്പൊ എങ്ങനെയാ അപ്ലൈ ചെയ്യുന്നത്? കറന്റ് ഫ്ലോ ഇങ്ങനല്ലേ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ മൈനസ് ആദ്യം പ്ലസ്, മൈനസിൽ നിന്ന് പ്ലസിലേക്കാണ് പോകുന്നത്. നമ്മൾ കറന്റ് ഫ്ലോ ഇങ്ങനെ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഓക്കെ, മൈനസിൽ നിന്ന് പ്ലസിലേക്ക് പോകുമ്പോ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്, പോസിറ്റീവ് ഇടണം. സോ VCC. പിന്നെ ഈ കറന്റ് ഇവിടെ വരുമ്പോഴത്തേക്കും അവിടെ റെസിസ്റ്റർ ഉണ്ട്, കണ്ടോ. അപ്പൊ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ആ വോൾട്ടേജ് ഡ്രോപ്പ് എന്താ? വോൾട്ടേജ് ഡ്രോപ്പിനെ മൈനസ് ഇട്ട് റെപ്രസെന്റ് ചെയ്യണം. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റർ ഈസ് ഈക്വൽ ടു അതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറന്റ് IC ഇൻറ്റു ആ റെസിസ്റ്റൻസ് RC. ഓക്കെ, പിന്നെ താഴേക്ക് വരുമ്പോ പിന്നെന്താ കാണുന്നത്? ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്, കണ്ടോ. ആ വോൾട്ടേജ് എന്താണ്? ആദ്യം പ്ലസ് പിന്നെ മൈനസ്, ആദ്യം പ്ലസ് പിന്നെ മൈനസ്. അപ്പൊ മൈനസ് ഇട്ട് റെപ്രസെന്റ് ചെയ്യണം, കണ്ടോ. അപ്പൊ മൈനസ് VCE. ഓക്കെ, തീർന്നോ? ഇല്ല, അത് വന്നിട്ട് പിന്നെ അടുത്ത ലൂപ്പ് ഇതാണ്, കണ്ടോ, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ VBE വോൾട്ടേജ് ഉണ്ട്, കണ്ടോ. ആ VBE വോൾട്ടേജ് ഇങ്ങനെയാണ് ശരിക്കും പോകുന്നത്. അപ്പൊ മൈനസ് ആദ്യമാണ്, മൈനസിൽ നിന്ന് പ്ലസിലേക്കാണ് പോകുന്നത്. മൈനസ് ആദ്യം, പിന്നെ ശരിക്കും ഇങ്ങനെ പോകുന്നത് കേട്ടോ, ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. മൈനസിൽ നിന്ന് പ്ലസിലേക്കാണ് പോകുന്നത്. അപ്പൊ എന്താ? പ്ലസ് ഇട്ട് റെപ്രസെന്റ് ചെയ്യണം. പ്ലസ് VBE. VBE1 ഉം VBE2 ഈക്വൽ ആണ്, ഈസ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? VCE എഴുതാം. VCE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VCC പ്ലസ് VBE പ്ലസ് ICRC ആണ് VCE. ഇതാണ് DC അനാലിസിസ്. ഓക്കെ, അതായത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിനെ എടുത്തു, ഇൻപുട്ട് AC ഇൻപുട്ടുകൾ രണ്ടിനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്തു. ഇതാണ് AC ഇൻപുട്ടുകൾ രണ്ടിനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ സപ്ലൈ DC ബയാസിംഗ് സപ്ലൈ മാത്രം കൊടുത്തിട്ട് അതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറന്റും വോൾട്ടേജും കണ്ടുപിടിച്ചു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും ഡെറിവേഷൻ ആയിട്ട് ചോദിക്കുമോ എക്സാമിന്? ഒരിക്കലും ഇല്ല. പക്ഷെ DC അനാലിസിസ് ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രമേ എന്തെങ്കിലും പ്രോബ്ലം തന്നിട്ട് നിങ്ങളോട് ഈ എമിറ്റർ കറണ്ടോ ഈ VCO ഒക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. അപ്പൊ ഒന്നുകിൽ KVL ബൈഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ ആ ഒരു KVL അപ്ലൈ ചെയ്യുന്ന രീതി പഠിക്കുക. ബിക്കോസ് എക്സാമിന് ചിലപ്പം ഇവിടെ ഒരു റെസിസ്റ്ററിന് വരാൻ ചിലപ്പോൾ ഈ റെസിസ്റ്റർ ഇല്ലാതെയോ അങ്ങനെയൊക്കെ തരുവാണെങ്കിൽ ആ ഒരു കമ്പോണന്റ് എടുക്കരുത്. മനസ്സിലായില്ലേ? അപ്പൊ നോർമലി ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ സ്ട്രക്ചർ ഇതാണ്. ബൈ ഡിഫോൾട്ട് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ഇങ്ങനെയാണ് VCE IE കാണുന്നത്. ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ തന്നിട്ട് അതിന്റെ DC അനാലിസിസ് നടത്തിയിട്ട് അതിന്റെ DC എമിറ്റർ കറന്റ് കണ്ടുപിടിക്കാൻ പറയുക. DC എമിറ്റർ കറന്റ് ഓഫ് ദ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഈസ് എന്ന് പറഞ്ഞ് ചോദിക്കുവാണെങ്കിൽ ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. എന്നിട്ട് VCE വോൾട്ടേജ്, കളക്ടർ എമിറ്റർ വോൾട്ടേജ് എത്രയാണെന്ന് ചോദിക്കുവാണെങ്കിലും ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ DC അനാലിസിസ് പഠിപ്പിച്ചത്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ദിസ് ഈസ് ദ DC അനാലിസിസ്. അപ്പൊ അത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒപ്പം തന്നെ ഞാൻ പഠിപ്പിക്കുമ്പോൾ ആ ഒപ്പം തന്നെ എഴുതി പോകണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ, അടുത്ത നമ്മൾ